ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മനീഷ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോണിൽ നിന്നിട്ട് നമുക്ക് ട്രേസ് എടുത്തിട്ട് വരയ്ക്കാം കേട്ടോ. നമുക്ക് അറിയാത്ത പിക്ചർ വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോണിൽ നിന്ന് നമുക്ക് ട്രേസ് ചെയ്ത് വരച്ചെടുത്താൽ മതിയേ. ഇവിടെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിക്ചർ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്ത പിക്ചറിനില്ലേ, അതിന് നമുക്ക് കളർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. നമ്മളിവിടെ പിക്ചർ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫൈൻ ലൈനേഴ്സ് പെന്നാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പിക്ചേഴ്സൊക്കെ വരച്ച് കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ നമുക്ക് ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ് കേട്ടോ. A4 ഷീറ്റിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തുന്നതാണ്. ഇതിന് പകരം നമുക്ക് പാച്ച്മെൻറ്റ് പേപ്പർ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിൽ പുരട്ടിയിട്ടുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഓയിൽ ഒന്ന് പുരട്ടിയിട്ട് ഉണക്കി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ തോന്നുന്നത്. എന്നിട്ട് അതിനൊരു സ്ക്വയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിക്ചർ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വൈറ്റ് ഭാഗങ്ങൾ കാണുന്ന രീതിയിലൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കണേ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച പിക്ചർ നമുക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചില്ലേ, ആ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പിൽ നിന്ന് കുറച്ച് അകലം വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ എല്ലാ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒട്ടിച്ച് നോക്കാം. നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിക്കി ആവണുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ബാക്കത്തെ പേപ്പർ റിമൂവ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.